ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ നമ്മുടെ ഓണസദ്യയിലെ അടുത്തൊരു കിടിൽ നൈറ്റാണ് കേട്ടോ. ഏറ്റവും പരിപാവനമായിട്ട് പവിത്രമായിട്ട് ഏറ്റവും ഹാപ്പി ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന വേറൊരു ഐറ്റമാണ് നമ്മുടെ സ്വന്തം ഉള്ളിത്തീയിൽ. ഓക്കെ, അപ്പോൾ ഉള്ളിത്തീയിൽ നമ്മൾ കുഞ്ഞുള്ളിയാണ് കേട്ടോ, ഷാലറ്റ്സ്, ചെറിയുള്ളി. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണ്? നല്ല ചക്കിലാട്ടി വെളിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ, ആട്ടിക്കൊണ്ട് വന്ന ആ ഒരു വെളിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ, കങ്കനോട് കൂടി എന്നവിടെ പറയുക കേട്ടോ. ആ ഒരു വെളിച്ചെണ്ണ, ശുദ്ധീകരിക്കാത്ത ആ വെളിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ആ വെളിച്ചെണ്ണയിൽ നമ്മുടെ തേങ്ങ കൊത്തിങ്ങനെ കുരു 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 കുരുന്ന് അരിഞ്ഞിട്ട് അത് ആ വെളിച്ചെണ്ണയിലിട്ട് അങ്ങോട്ട് മൂപ്പിക്കണം. അത് നല്ല സ്വർണ്ണ നിറത്തിൽ അങ്ങനെ ആയി വരുമ്പോണ്ടല്ലോ, അതിലേക്ക് ഇത്തിരി കടുകിടുക. കടുകിട്ട് പൊട്ടിച്ച്, ഉലുവയിട്ട് പൊട്ടിച്ച്, ചുവന്ന മുളകിട്ട്, ഇഞ്ചിയിട്ട്, വെളുത്തുള്ളിയിട്ട്, പച്ചമുളകിട്ട്, കറിവേപ്പിലയിട്ട് അതിങ്ങനെ വഴറ്റി മൂത്ത് ഇങ്ങനെ കയറി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുരുകുരാന്ന് അല്ല കേട്ടോ, ഒരു കുഞ്ഞുള്ളിനെ ഒരു 6, 7, 8 പീസൊക്കെ ആയിട്ട് അത്യാവശ്യം ചെറുതായിട്ട് അരിഞ്ഞ കുഞ്ഞുള്ളി എന്ന് പറയുമ്പോൾ ചെറിയുള്ളി, ഷാലറ്റ്സ്, അതങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് വഴറ്റി ഇങ്ങനെ മൂത്തിങ്ങനെ വരുമ്പോഴത്തേക്കും അതിനൊരു പരുവുണ്ട് കേട്ടോ. ആ പരുവത്തിലേക്ക് അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും നമുക്ക് അതിലെന്ത് ചേർക്കാം? ഇത്തിരി മഞ്ഞൾ പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ലേശം മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് അവനെ ഒന്നങ്ങനെ മൂപ്പിച്ച് അതിൽ നിന്നൊരു മണം ഇങ്ങോട്ട് വരാനുണ്ട്. ആ മണം ഇങ്ങോട്ട് എടുക്കുമ്പോൾ നമ്മളതിൽ ലേശം തിളപ്പിച്ചാറിയ അല്ലെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓരോ തവണ ഒഴിച്ചാൽ പോരാട്ടോ, ഒരു 2-3 തവണ ഒഴിച്ച് വറ്റിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ മല്ലീൻ്റെയും മുളകിൻ്റെയും ഒക്കെ എന്തെങ്കിലും ഒരു കുത്തൽ എവിടെയെങ്കിലുമൊക്കെ നിൽപ്പുണ്ടെങ്കിൽ അതങ്ങോട്ട് മാഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ മാഞ്ഞു പോയ ആ ഒരു മസാലയ്ക്കകത്തേക്ക് നമ്മുടെ വാളംപുളിയുടെ വെള്ളം, നല്ല വാളംപുളീൻ്റെ ചാറ് ഇങ്ങനെ ഞവടി പിഴിഞ്ഞ് ചാറ് നമ്മളതിലേക്ക് ഒഴിച്ച് അതിൻ്റെ അകത്ത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത്തിരി ഉപ്പൊക്കെ ചേർത്ത് വീണ്ടും നമ്മളെന്ത് ചെയ്യും? കഴിഞ്ഞ ദിവസം നമ്മൾ നല്ല കിടിലനായിട്ട് നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള എന്തുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു? വറുത്തരപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ വറുത്തരപ്പ് നമ്മൾ നല്ല ട്രേയിൽ നിരത്തി അതിനെ അങ്ങനെ ചോക്ലേറ്റ് പരുവത്തിൽ അടുത്ത ദിവസം രാവിലെ ഒടിച്ച് നുറുക്കി പീസാക്കി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ചെറിയ കഷ്ണങ്ങളായിട്ട് കവർ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊരു 2-3 പീസൊക്കെ ഇട്ട് അതിൻ്റെ പാകത്തിന് ചേർത്ത് അതിലേക്ക് ഇത്തിരി ചക്കരപ്പാനിയൊക്കെ ചേർത്ത് ആ ഒരു ടാഞ്ചി ക്രിസ്പി, ആ ഒരു യമ്മി ആയിട്ടുള്ളൊരു ടേസ്റ്റ് കയറി വരുമ്പോൾ ഉണ്ടല്ലോ, അവനെ അങ്ങനെ ചെറു തീയിലിട്ട് ഇങ്ങനെ വഴറ്റി ഉള്ളി മാഞ്ഞു പോകാനും പാടില്ല, എന്നാൽ ഉള്ളി നല്ല നാക്കിൽ വെച്ചാൽ അലിയുന്ന രീതിയിലേക്കുള്ള പരുവത്തിലെത്തുമ്പോൾ നമ്മുടെ ഉള്ളിത്തീയിൽ ഏതാണ്ട് തീരുമാനമാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂട്ടി സദ്യ കഴിക്കാനായിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ, വയനാട്ടിൽ നമ്മുടെ സ്വന്തം ഗോൾഫ് വാലി റിസോർട്ടിലേക്ക്. ബുക്കിങ്ങിനായിട്ട് നേരത്തെ വിളിച്ചോളൂ കേട്ടോ. നമ്പറൊക്കെ എല്ലാവർക്കും അറിയാലോ, 8907 500 900. താങ്ക് യു.